പെണ്ണിനൊന്ന് വിളിച്ചോക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. തക്കാരം അതൊക്കെ ആയിട്ട് ഇപ്പം എന്നാണ് ഒരു ഒഴിവ് ഇട്ടിരിക്കുന്നത്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എത്താ വർത്താനൊക്കെ? സുഖാണ്. എത്താ പണിയൊക്കെ കഴിഞ്ഞോ? പണികളൊക്കെ കഴിഞ്ഞു. ഓനെന്താ പണി? അവിടെ ഉണ്ടാവും. കാക്കു പണിക്ക് പോയിക്കണേ. 4-5 ദിവസമായപ്പോ തന്നെ ഓൻ പണിക്കൊക്കെ പോക്ക് തുടങ്ങിയോ? അതിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ തിരക്കല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ പോയതാണ്. കല്യാണ തിരക്ക് ഇപ്പൊ എല്ലാവർക്കും ഇല്ലേ, ഇനിയിപ്പോ ഇവിടെയൊക്കെ കല്യാണ തിരക്ക് തന്നെയല്ലേ. ചോറിന് എന്താ കറി ഉണ്ടാക്കി? ഇന്ന് മീനാണ്. മീനും കാബേജ് ഉപ്പേരി ഉണ്ട്. അതാപ്പോ അല്ലാതെ ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഇറച്ചിയൊന്നും വാങ്ങിയില്ലേ? ഓലിപ്പോ അല്ലെങ്കിലും നല്ല അരക്കന്മാരാണ് എന്ന് വെച്ചാൽ തോന്നണത് പെണ്ണേ. എന്താ വെച്ചാലേ പിന്നെ നമ്മൾ കണ്ടില്ലേ ഇവിടെ തക്കാരത്തിന് ചിക്കൻ കൊണ്ട് മന്തി ഉണ്ടാക്കി, പിന്നെ ഇത് വെച്ചങ്ങാണ്ട് പോത്ത് വെച്ചങ്ങാണ്ട് ബിരിയാണി ഉണ്ടാക്കി, പിന്നെ കുറേ ഐസ്ക്രീമും ഫ്രൂട്ട്സും കണ്ണിക്കണ്ടതും ഇല്ലാത്ത ഒന്നുമില്ല. ഇനി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കണ്. നമ്മളോട് അതൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇപ്പം എന്താ ഉണ്ടാക്കിയത്? നെയ്ച്ചോറും പിന്നെ ഇത് കടായി, പിന്നെ ഇപ്പൊ പൊറാട്ടയും ചപ്പാത്തിയൊക്കെ അല്ലേ ഇനിയോ, അതാണ് ഇപ്പൊ ഉണ്ടാക്കിയേക്കണത്. പിന്നെ ശരിക്കും ഒരു ഫ്രൂട്ട്സും ഇല്ല, ഒരു സാധനം ഒരു ഐസ്ക്രീമോ ഒന്നും അവിടെ ഞങ്ങൾ വന്നപ്പോ അല്ല. ആദ്യത്തെ തക്കാരാണെന്ന് പറഞ്ഞിട്ട് പത്താ കാര്യം ഇച്ചപ്പം തന്നെ തോന്നിക്കണം. ഇവിടെ വല്യമ്മ ഇപ്പിയൊക്കെ അതന്നെ പറയുന്നുണ്ട്. എത്ര പട വന്നിട്ട് ഒരു ഉണക്ക ചപ്പാത്തിയും പൊറാട്ടയൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായി. നെയ്ച്ചോറാണെങ്കിൽ വെന്തിട്ടുമില്ല. ഞങ്ങളപ്പം തന്നെ അയിമ തന്നെ ഓലെ മനസ്സിലാക്കിക്കണം. അങ്ങനെയൊന്നുമില്ലമ്മ, അതൊക്കെ നിങ്ങളെ തോന്നലാണ്. അപ്പൊ എന്തേലൊക്കെ ആയിക്കോട്ടെ. പിന്നെന്താ ഇമ്മ എന്തേ? അമ്മ ഉണ്ട്, കുളിക്കണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക്? ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല, സുഖാണ്. എന്നിട്ട് നാത്തൂനൊക്കെ പോയോ? ഇല്ല, പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. 2 ദിവസം കൂടിയും കഴിയണമെന്ന് പറയണ്ടേനി. സ്വർണ്ണക്കൂരി എന്താട്ടി? അതൊക്കെ ഉണ്ട്, അലമാരിയില് നല്ല ചാവിട്ട് പൂട്ടി വെച്ചിക്കണ്. പിന്നെ ഞാനിൻ്റെ ഒരു വള ഞാൻ താത്താക്ക് ഇടാൻ കൊടുത്തേക്കണ്. വളേ എത്തിനെപ്പറ്റി വളയൊക്കെ കൊടുത്ത് ഓളെ കജുമലില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി തിരിച്ചു കിട്ടുവാവട്ടോ. കുഴപ്പമൊന്നുമില്ല, താത്താന്റെ കൈമലൊന്നും ഇല്ല. ഇനി അപ്പൊ ഞാൻ കൊടുത്തതാണ്. ഇപ്പൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം കല്യാണം കച്ചൂടുമ്പോ. ഇനി പിന്നെ കുറച്ചണ്ട 5-6 മാസമൊക്കെ കച്ചുമ്പോണ്ട് അറിയാം ഒരു സ്വഭാവമൊക്കെ. സോപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം പറിപ്പിച്ചു തന്നെ. ഇജയില് മയങ്ങാൻ നിക്കണ്ട, നോക്കിയും കണ്ടൊക്കെ നിന്നോ. അതൊന്നും കുഴപ്പമില്ലമ്മ. അതൊക്കെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളൂ. എന്താ ഈ താത്തിയും കുട്ടികളൊക്കെ പോയോ? ഓളും കുട്ടികളും ഏതായാലും വന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞിപ്പോ ഒരു 4 ദിവസം കഴിഞ്ഞ് പോകാനിട്ട് ഇവിടെ ഉണ്ടോല്ലേ. ഇപ്പാനോട് എന്നാലും അന്വേഷണം പറയും. ഇവിടെ എല്ലാവർക്കും നല്ല സ്വഭാവമാണമ്മ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അങ്ങാടിക്ക് പോയിക്കണ്. ഞാൻ പറഞ്ഞോണ്ട് ഇപ്പാനോട്. 10 മണിക്ക് കഞ്ഞി മാങ്ങച്ചാറും ഉണ്ടായിനി. പിന്നെ ഇപ്പൊ 5 മണിയൊക്കെ ആവും ഇക്കാരഞ്ഞ് കാക്കു വരുമ്പോ. എന്നാ അപ്പൊ നിങ്ങളെ ഇതുപോലെ ഇങ്ങോട്ട് വരുവോണ്ടി നിക്കാന്. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ ആയിക്കോട്ടെ, വെക്കുക എന്നാല്. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. ശരി. പഠിച്ചോനെ വല്ലാത്തൊരു ഇത്. മോളു ഇവിടെ എന്നാ? എന്തമ്മ? ആരാ വിളിച്ചത്? ദിലുവോ? ദിലുവിനാ വിളിച്ചത്. എന്തോള് പറയണേ? ഓളോട് നോക്കിയാ ഇന്ന് വെള്ളിയാഴ്ച ഏറ്റവും കൂടി ഒരു പോത്തിറച്ചി വാങ്ങിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുക. ഞാൻ ഓളോട് പറയും തക്കാരത്തിന്റെ കാര്യമൊക്കെ. തക്കാരത്തിന് നമ്മൾ ചെന്നപ്പോ കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചിക്കണത് ആദ്യത്തെ തക്കാരായിട്ട്. ഞാൻ ഓളോടെ ചോദിച്ചേ. അതിപ്പോ കല്യാണമായിട്ട് ഇപ്പൊ എന്നും ഇറച്ചി മീനൊന്നുമില്ല, അതുകൊണ്ടാണ് ഇക്കാര്യം. അൻ്റെടുത്ത മയിലൊന്നുമല്ല, ഭയങ്കര അരക്കന്മാരാണെന്ന് വെച്ച് തോന്നുന്നത്. എന്തിനാ ഞങ്ങളിപ്പോ അത് പറയാൻ പോയത്? ഫോണിൽ കൂടെ ഒക്കെ ഓരൊക്കെ കേൾക്കൂലേ? അതിനിപ്പത്താ കുഴപ്പമില്ല. ഓള് റൂമിലേക്കാരൻ തള്ള വിളിച്ചാൻ പോയിക്കാണ്. ഓളെ നാത്തൂനില്ല അവിടെ. ഓളിപ്പോ ഞാനും വിളിച്ചത് നോക്കിക്കാണ്. അവളെ നാത്തൂനിപ്പോ പോയി കച്ചവടം.
നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ പറഞ്ഞാ പോരെ. അതൊന്നും അല്ലപ്പോ. നോക്കിയാ ദിലു വള പോളെ നാത്തൂനിടാൻ കൊടുത്തിക്കാണോ ഓരോ. അതിനിപ്പോ കിട്ടുവോ? ഓളിപ്പത്താ ചെറിച്ച് മയക്കണ സോപ്പിങ്ങിലൊക്കെ ഏണേക്കാരെ പോള്. അപ്പൊ കുറച്ചും കൂടെയാണ് കഴിഞ്ഞ് നോക്കണ്ടപ്പോ നാത്തൂന്റെ അമ്മായിമാന്റെ സ്വഭാവമൊക്കെ ഒന്ന് ശരിക്കും അറിയണം എന്നുണ്ടെങ്കിൽ അതിനിപ്പോ കിട്ടും. ഇനി ആവ ഈ പെണ്ണിന് അത് വേണമെങ്കിൽ അതിന്റെ കൈമലൊന്നും ഇല്ലായിട്ട് ഓളിട്ട് കൊടുത്തേക്കാരം. അതിപ്പോ നാത്തൂൻ തിരിച്ചു പോകുമ്പോ തന്നെ കൊടുക്കേക്കാരം. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലേ കൊടുക്കാതെ ഒന്നും എന്തായാലും പോകൂല. നിങ്ങളെ തേച്ചാ കാട്ടിക്കൂടി അൻ്റെ അടുത്ത് മാതിരിയല്ലേ ഇറ്റങ്ങളെ. അത് ഒരേറ്റ് നമുക്ക് പരിചയമല്ലായിട്ടമ്മ. അതൊക്കെ പരിചയം നമുക്ക് ശരിയായിക്കോളും. എന്തായാലും പോകും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് പോയോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഏതായാലും വന്നില്ല, 4 ദിവസം കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കാണ് പേനോളോട്. പറഞ്ഞങ്ങള് പറഞ്ഞിക്കണു ഓനും കൊണ്ട് 1 ദിവസം വിരുന്നിറക്കാൻ വരാൻ ഞാൻ പറഞ്ഞിക്കണ്. ഇജ്ജ് പോണീൻ്റെ ഇടക്കാണെങ്കിൽ എനിക്കൊന്നും കൂടി ഓളെ കാണാം. പറഞ്ഞങ്ങള്. എന്നാ പിന്നെ ഞാൻ പോണീൻ്റെ മുന്നേ വരികയാണെങ്കിൽ ഇച്ചും കൂടി ഒന്ന് കാണാൻ.